വിജയം പരാജയം. വിജയവും പരാജയവും എന്താണെന്നറിയാമോ? വിജയവും പരാജയവും ജീവിതത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. വിജയവും പരാജയവും എന്താണ്? ജീവിതത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. വിജയമുണ്ടെങ്കിലേ എന്തുള്ളൂ? പരാജയമുള്ളൂ. അതുപോലെ തന്നെ പരാജയം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? വിജയവും ഉള്ളൂ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മളൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? വിജയമാണ്. നമ്മൾ ആരെങ്കിലും പരാജയം ആഗ്രഹിക്കുമോ? ഇല്ല. ഓരോ പരാജയത്തിൽ എന്തുണ്ട്? നമ്മൾ ഒരു വ്യക്തി ഓരോ തവണ പരാജയപ്പെടുമ്പോൾ എന്തുണ്ട്? ഓരോ പരാജയത്തിൽ നിന്നും ഓരോ പാഠങ്ങളുണ്ടെന്നാണ് കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. ഓരോ പരാജയത്തിൽ നിന്നും നമുക്ക് ഓരോ പാഠങ്ങൾ ലഭിക്കുന്നു എന്നാണ്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കൽ പോലും പരാജയങ്ങളിൽ തളർന്നു പോകാൻ പാടില്ല, അല്ലെങ്കിൽ പരാജയങ്ങളിൽ തകർന്നു പോകാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പരാജയങ്ങളെ നമ്മൾ എന്താക്കി മാറ്റണം? നാളേക്കുള്ള വിജയമാക്കി മാറ്റണം. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വിജയത്തിൽ എന്തു പാടില്ല? വിജയത്തിൽ അത്യാവശ്യം സന്തോഷിക്കുക, അല്ലാതെ ഒരുപാട് ആഹ്ലാദിക്കുവാനോ അല്ലെങ്കിൽ വിജയത്തിൽ അഹങ്കരിക്കുവാനോ പാടില്ലെന്നാണ് കേട്ടോ. എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ പൊതുവെ ചെയ്തൊരു കാര്യമാണ്. നമ്മൾ വിജയത്തിൽ ക്രമാതീതമായിട്ട് അങ്ങ് സന്തോഷിക്കുകയും ഒക്കെ ചെയ്യും. പരാജയത്തിൽ ഒരുപാട് നിരാശപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ ജയപരാജയങ്ങളെ എന്ത് ചെയ്യണം? ഒരുപോലെ നേരിടുവാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കണം. അങ്ങനെ ജയത്തെയും പരാജയത്തെയും ഒരുപോലെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഒരേപോലെ നേരിടാൻ പ്രാപ്തമായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ വേറെ ലെവലാണ് കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. അപ്പം ജയവും ഉണ്ട് ജീവിതത്തിൽ, ജയവും ഉണ്ട് പരാജയവും ഉണ്ട്. വിജയവും പരാജയവും ഇല്ലെങ്കിൽ എന്തില്ല? ജീവിതമില്ലെന്നാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു വ്യക്തിയെയും എല്ലായ്പ്പോഴും വിജയം കടാക്ഷിക്കണമെന്നില്ല. അതുപോലെ തന്നെയാണ് മറുവശവും. ഒരു വ്യക്തിയും എല്ലായ്പ്പോഴും പരാജയപ്പെടണമെന്നുമില്ല. അപ്പം നമ്മൾ ജീവിതത്തിൽ നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ജീവിത വിജയത്തിന് വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. ജീവിത വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക. മനസ്സിലാക്കണം. ജീവിത വിജയത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നത് എന്താണ്? പരിശ്രമം വളരെ അത്യാവശ്യമാണ്. ജീവിതത്തിൽ വിജയിക്കുവാൻ പരിശ്രമം ഇല്ല എങ്കിൽ ജീവിതം എന്ത് ചെയ്യും? ജീവിതം പരാജയപ്പെട്ടു പോവുകയുള്ളൂ. ജീവിത വിജയത്തിന് വേണ്ടത് എന്താണ്? പരിശ്രമമാണ്, അല്ലെങ്കിൽ ഹാർഡ് വർക്കാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടുകൂടെയുള്ളൊരു പരിശ്രമമാണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനം കേട്ടോ. ആത്മവിശ്വാസം. വെറുതെ പരിശ്രമിച്ചിട്ട് കാര്യമില്ല. വെറുതെ പരിശ്രമിച്ചാൽ വിജയിക്കുമോ? ഇല്ല കേട്ടോ. നമ്മൾ പരിശ്രമിക്കുന്നു, പക്ഷേ നമ്മളുടെ മനസ്സിന് ആത്മവിശ്വാസമില്ല എങ്കിൽ, നമ്മളെ ഒരിക്കലും വിജയം കടാക്ഷിക്കുകയില്ല. നമ്മൾ പരിശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം. ഈ ആത്മവിശ്വാസത്തിൽ നിന്നും ലഭിക്കുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് എനർജിയാണ്. ഈ പോസിറ്റീവ് എനർജിയാണ് നമ്മെ എല്ലായ്പ്പോഴും താങ്ങി നിർത്തുന്നത് കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്, പ്രാർത്ഥനകളൊക്കെ നടത്താറുണ്ട്. ഈ പ്രാർത്ഥനകളിൽ നിന്ന് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. ഈ പ്രാർത്ഥനകളിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ്? ശുഭാപ്തി വിശ്വാസമാണ്. ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഈ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. നമ്മുടെ മനസ്സിന് ഏതവസ്ഥയിലും ഏത് അവസ്ഥയെയും നേരിടാൻ നമ്മുടെ മനസ്സിനെ എപ്പോഴും സജ്ജമാക്കണം. ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞു ജീവിത വിജയത്തിനായിട്ട് പരിശ്രമിക്കണമെന്ന് പറഞ്ഞു. ജീവിത വിജയത്തിനായിട്ട് നമ്മളെപ്പോഴും പരിശ്രമിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. അതുപോലെ നന്മയുടെ വഴികൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ജീവിത വിജയത്തിനായിട്ട് സ്വീകരിക്കുവാൻ പാടുള്ളൂ കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. തിന്മയുടെ വഴിയിലൂടെ ഒരു വിജയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ അനുവദിക്കുക. തിന്മയുടെ വിജയം എന്നല്ല, ഒരിക്കലും ശാശ്വതമല്ല കേട്ടോ. തിന്മയിലൂടെ ഒരു വ്യക്തി വിജയം വരിച്ചാൽ എന്ത് ചെയ്യും? ആ വിജയം താൽക്കാലികം മാത്രമാണ്. നന്മയിലൂടെയുള്ള വിജയം എന്ത് ചെയ്യുന്നു? ആ വ്യക്തിക്ക് സന്തോഷം നൽകുന്നു, സുഖം നൽകുന്നു കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം.
അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ജീവിതത്തിൽ വിജയത്തിൽ എന്ത് ചെയ്യുക, വിജയത്തിൽ സന്തോഷിക്കുക, തെറ്റില്ല. പക്ഷേ ഇത് പരാജയത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിരാശപ്പെട്ട് പോകുവാൻ പാടില്ല, നിരാശപ്പെട്ട് തകർന്നു പോകുവാൻ പാടില്ല കേട്ടോ. ഒരു പരാജയത്തിൻ്റെ വീഴ്ചയിൽ നിന്നും ചാടി എഴുന്നേറ്റ് വിജയത്തിലേക്ക് കുതിക്കുവാൻ നമുക്ക് കഴിയണം കേട്ടോ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യണം, സൽചിന്തകൾ കൊണ്ട്, നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുക. നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞാൽ എന്തില്ല, പിന്നെ നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്നാണ് കേട്ടോ. നെഗറ്റീവ് ചിന്തകൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് സദാസമയം ദുഃഖമായിരിക്കും, സദാസമയം ആ വ്യക്തി ദുഃഖിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് പാടില്ല, നെഗറ്റീവ് ചിന്തകളെ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് കടക്കാതെ തടയണം. ഇപ്പം നല്ല ചിന്തകൾക്ക് സ്ഥാനം കൊടുക്കുക. വേറൊരാളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അമിതമായിട്ട് ആലോചിച്ച് കൂട്ടാൻ പാടില്ല. അങ്ങനെയുള്ള ആലോചനകൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് അത് പാടില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്, അപ്പം നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മുടെ ജോലിയിൽ എന്ത് ചെയ്യുക, നമ്മൾക്ക് ഉള്ള ജോലിയിൽ എന്ത് ചെയ്യാം, കോൺസെൻട്രേറ്റ് ചെയ്യുക. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. എന്തായാലും ജീവിതം എന്താകും, ജീവിതം പാൽപ്പായസം പോലെ മൃദുലമാകുമെന്നാണ് കേട്ടോ. അതുപോലെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എപ്പോഴും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയുകയാണെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തായി മാറണം, മറ്റൊരാൾക്ക് നന്മകളായി മാറിയാൽ അതെന്താണ്, അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ നന്മകളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതുപോലെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തീഷ്ണമായിട്ട് ആഗ്രഹിച്ചാൽ ഏത് കാര്യവും നടക്കുമെന്നാണ്. തീഷ്ണമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ടങ്ങ് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം ഈ സത്യപ്രപഞ്ചം നടത്തി തരുമെന്നാണ് കേട്ടോ. അതെപ്പോഴും മനസ്സിലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു, ഈ തീഷ്ണമായിട്ട് ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിരിക്കണം, നന്മയിൽ അധിഷ്ഠിതമായ ആഗ്രഹങ്ങളായിരിക്കണം. എങ്കിൽ ഒരു 90% 90% എന്ത് ചെയ്യും, നമ്മളുടെ ആഗ്രഹം നടക്കുമെന്നാണ്. ഈ ഒരു പക്ഷേ ആ ആഗ്രഹം നടന്നില്ല എങ്കിൽ, നമ്മൾ നന്മയുള്ള ആഗ്രഹമായിരുന്നു നമ്മളുടേത്, നമ്മളതിനു വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു, ഒരുപാട് അതിനുവേണ്ടി പരിശ്രമിച്ചു, എങ്കിലും ആ ആഗ്രഹം നടന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അതിനേക്കാളും കേട്ടോ ആഗ്രഹം നമ്മൾ പ്രതീക്ഷിച്ചതിലും മനോഹരമായത് നമുക്ക് എന്ത് ചെയ്യും, ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും കേട്ടോ. അത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചോളൂ.